ദൈവമായ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുകയും സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സ്വർഗീയ സംഗീതമെന്ന ഈ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു സൃഷ്ടി എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. സൃഷ്ടാവിന് ഇഷ്ടമുള്ള പോലെയാണ് സൃഷ്ടികളെ രൂപപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ സാധ്യത കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട് നാം കർത്താവിനെ സ്തുതിക്കുമ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവ് നമ്മെ കൂടുതൽ നല്ല രീതിയിൽ ഒരുക്കുകയും അണിയിച്ചൊരുക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ടാണ് വചനത്തിലും കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ദൈവവചനം ഒത്തിരി അനുഗ്രഹിച്ചു എന്ന് പറയുന്ന വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ കർത്താവിൽ ആനന്ദിക്കുന്നവരായിരുന്നു, കർത്താവിനെ സ്തുതിക്കുന്നവരായിരുന്നു. പ്രത്യേകിച്ച് നാം കാണുന്നു ദാവീദ്. നമുക്കറിയാലോ, ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ദൈവപുത്രൻ്റെ അപ്പനെന്ന് വിളിക്കപ്പെടാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചൊരു വ്യക്തിയാണ് ദാവീദ്. യേശുക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്നാൽ അറിയപ്പെടുക. ഈ ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രത്യേകത എന്തായിരുന്നു? ഏറ്റവും വലിയ പ്രത്യേകത നാം മനസ്സിലാക്കുന്നു, അവൻ്റെ നല്ല കാലത്തും അവൻ്റെ ചീത്ത കാലത്തും അവൻ ദൈവത്തിൽ ആനന്ദിച്ചിരുന്നു, കർത്താവിനെ സ്തുതിച്ചിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന 23-ാം സങ്കീർത്തനം, കർത്താവിൻ്റെ ഇടയന എനിക്കൊരു കുറവും ഉണ്ടാവില്ല എന്ന് ദാവീദ് പാടുന്നത് അവൻ സാവൂൾ രാജാവിനാൽ ഭയപ്പെട്ട് രാജാവ് കൊല്ലാൻ പ്രഖ്യാപിച്ചിരിക്കെ ഓടി രക്ഷപ്പെടണ വടിയിൽ വെച്ചാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വിനാശകാലത്ത്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വരികൾ പറയുക, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുന്നെങ്കിൽ ഞാൻ ഭയപ്പെടില്ല. മരണമുണ്ട്, പുറകെ മരണമുണ്ട്. ഈ മരണത്തിൻ്റെ താഴ്വര നടക്കാൻ നേരത്തും ദാവീദ് ദൈവത്തെ സ്തുതിക്കുക, കർത്താവിൻ്റെ ഇടയന എനിക്കൊന്നിനും കുറവില്ല. ഇനി ദാവീദ് രാജാവ് രാജാവായിട്ട് മാറി. ഈ ഒളിച്ചോടിയവൻ ആ ഒളിച്ചോടുന്ന സാഹചര്യത്തിലും അനർത്ഥകാലത്തും കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവനെ തന്നെ കർത്താവ് രാജാവാക്കി മാറ്റുക. ഇനി അവനെ രാജാവാക്കി മാറ്റിയെന്ന് മാത്രമല്ല, ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ രാജാവ് ആ ദാവീദ് രാജാവായിരുന്നു. കാരണം ഈ ഇസ്രായേലിലെ ശക്തനായ രാജാവായിട്ട് സകല സൗഭാഗ്യങ്ങൾ അനുഭവിച്ചവൻ ജീവിക്കുമ്പോഴും അവൻ ഈ ദൈവത്തെ മറന്നില്ല. അവിടെയും കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് കർത്താവിനെ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി നീങ്ങുന്ന ദാവീദിനെ നമുക്ക് കാണുക. അതുകൊണ്ട് ആ സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഈ കർത്താവിൻ്റെ പേടകം ഈ ദാവീദ് രാജാവ് ജെറൂസലേമിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് നാം കാണുന്നു, രാജാവായ ദാവീദ് തൻ്റെ രാജകീയ വസ്ത്രങ്ങൾക്ക് ഉരിഞ്ഞു മാറ്റി ഒരു അർത്ഥനഗ്നനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനെ സ്തുതിക്കാൻ എനിക്ക് രാജകീയ വസ്ത്രങ്ങൾ പോലും തടസ്സമാണെങ്കിൽ അതുപോലും ഞാൻ മാറ്റിവെക്കും. ഈ ഒരു മനോഭാവത്തോടെ ദൈവത്തെ സ്തുതിക്കുക. ദാവീദിൽ മാത്രമല്ല, ദൈവവചനം അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് വിളിക്കുന്ന സകല ജീവിതങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പ്രത്യേകതയാണ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിൽ ആനന്ദിക്കുക. അങ്ങനെ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിൽ ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. സങ്കീർത്തന പുസ്തകം 107-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം, അവർ എല്ലാ ഭക്ഷണങ്ങളെയും വെറുത്തു, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. ഒരു ജനതയെക്കുറിച്ച് പറയുക, ഒരു പാപം ചെയ്തപ്പോൾ ദൈവം നകന്നു പോയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ കഷ്ടതയായി, അവരുടെ ജീവിതത്തിൽ നാശമായി. അങ്ങനെ മൃത്യു കവാടങ്ങളെ സമീപിച്ച ആ ജനത്തെക്കുറിച്ച് പറയുകയാണ് അടുത്ത വചനം, അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അപ്പം നോക്കിക്കേ, ദൈവത്തിൻ്റെ വചനം, കരുണയുള്ള കർത്താവിനെ കുറിച്ച് വചനം പറഞ്ഞു വയ്ക്കുക. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ, കർത്താവിനെ തേടുവാണെങ്കിൽ ആ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന, രക്ഷിക്കുന്നതിന് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സ്വർഗീയ സംഗീതം എന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ ചെയ്യുന്ന മറ്റൊന്നുമല്ല, കർത്താവിനെ വിളിക്കുക, കർത്താവിൽ ആനന്ദിക്കുക, കർത്താവിൻ നാമത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ കർത്താവിനെ വിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇതാ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനം, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഏറ്റവും പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ പാപത്തിൽ വീണു പോയവരായിരിക്കാം, ഒരു പക്ഷെ നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോയ വ്യക്തികളും ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണെങ്കിലും, അല്ല ഇനി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുവാണ്, നമ്മുടെയും അനേകരുടെയും ജീവിതാനുഭവം സാക്ഷ്യപ്പെടുത്തുക. എപ്പോൾ ദൈവത്തിലേക്ക് തിരിയുന്നോ, എപ്പോൾ കർത്താവിനെ വിളിക്കുന്നോ,
അപ്പോൾ കരുണയോടെ സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സ്നേഹമുള്ള ദൈവത്തെ, നാം വിളിച്ച വിളി കേൾക്കുന്ന ദൈവത്തെ, നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ, നമ്മുടെ കഷ്ടതയിൽ നിന്നും ദുരിതത്തിൽ നിന്നും കണ്ണുനീരെന്ന് കരം പിടിച്ചുയർത്തുന്ന ദൈവത്തെ ഈ ഗാനത്തോട് ചേർന്ന് സ്നേഹത്തോടെ നമുക്ക് പാടി സ്തുതിച്ച് ആരാധിക്കാം. ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവനെൻ്റെ പാനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ച് മിഴി തുടയ്ക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പാടിക്കേ, പാടി സ്തുതിച്ചേ. ആഗ്രഹത്തോടെ ആനന്ദത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്ന സ്തുതിച്ചാലവനെന്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ. എല്ലാവരും ചെന്ന് പാടി. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാലവനെന്റെ മനം തുറക്കും, ഒന്ന് കരഞ്ഞാലോ മരിച്ച് മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ. ഈ ഗാനത്തിന്റെ വരികളോട് നമ്മൾ പ്രഖ്യാപിക്കുക, എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്ന ദൈവ, എൻ്റെ ഈശോ എന്നെ ഓമനിക്കുന്ന ദൈവ, എൻ്റെ ഈശോ എൻ്റെ കണ്ണുനീരൊപ്പുന്ന ദൈവ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് ജീവിതത്തിൽ കണ്ണുനീരുണ്ടെങ്കിലും ഇത് വിശ്വസിക്ക് നമ്മെ രക്ഷിക്കുന്ന ദൈവ, നമ്മുടെ കണ്ണുനീരൊപ്പുന്ന ദൈവ, നമ്മെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഒരു പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മറന്നുകൊണ്ടായിരിക്കാം, ഒരു പക്ഷെ വഴിതെറ്റി പോയതുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടാക്കിയത്. അതാണല്ലോ നാം മനസ്സിലാക്കുക. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഇത് അപ്പന്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. അപ്പന്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയത് കൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത്, നരകം വന്നത്, വേദന വന്നത്. പക്ഷെ അവൻ എപ്പോൾ തിരിച്ച് അപ്പന്റെ വീട്ടിലേക്ക് കയറി വന്നോ അപ്പോൾ മുതൽ അവനെ വാരിക്കൊണ്ടിരുന്ന കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് ദൈവത്തെ നാം കാണുക. നമ്മൾ പാടി പ്രാർത്ഥിച്ച അതേ വരികൾ, ഒന്ന് വിളിച്ച ഓടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ച അവൻ എൻ്റെ മനം തുറക്കും, ഒന്ന് കരഞ്ഞ അവൻ എൻ്റെ കണ്ണുനീര് തുടയ്ക്കും. ആ ഗാനത്തിൻ്റെ വരികൾ നമുക്ക് സന്തോഷത്തോടെ ഒന്നോടെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. എല്ലാ അധരങ്ങളും പാടണം, എല്ലാ ഹൃദയവും കർത്താവിനെ സ്തുതിക്കണം, കർത്താവിൽ ആനന്ദിക്കണം. കർത്താവിൽ ആനന്ദിച്ച് ചേർന്ന് പാടിക്കേ. ഒന്ന് വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്ന് സ്തുതിച്ചാൽ അവനെന്റെ മനം തുറക്കും, ഒന്ന് കരഞ്ഞാലോ മരിച്ച് മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ.
എല്ലാവരും ചേർന്ന് ആനന്ദത്തോടെ സന്തോഷത്തോടെ ഒന്ന് വിളിച്ച ഈശോയെ കർത്താവായ ദൈവമേ, എന്റെ അപ്പനായ എന്റെ കർത്താവേ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം 15-ാം വാക്യം വചനം പറയാണ്, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം പറയുക, അനർത്ഥകാലത്ത്, സങ്കടത്തിന്റെ കാലത്ത് നീ എന്നെ വിളിക്ക്, നീ എന്നെ വിളിക്ക്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അപ്പോൾ ഞാൻ നിനക്ക് മോചനം നൽകും, മോചനം നൽകും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമുക്ക് കർത്താവിനെ വിളിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വേദനയുണ്ടോ, ദുഃഖമുണ്ടോ, കണ്ണുനീരുണ്ടോ, അങ്ങനെയെങ്കിൽ വിശ്വസിക്കാം, നാം വിളിച്ച വിളി കേട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വചനം പറയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. വിശ്വസിക്കാം, നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ, ഏതൊക്കെ രക്ഷിക്കാൻ രക്ഷയില്ല, രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ ജീവൻ നിൽക്കുക, നമ്മുടെ കുടുംബം നിൽക്കുക, എല്ലാ വഴി അടഞ്ഞുപോയ സാഹചര്യമാണോ, അവിടെ ദൈവത്തിന്റെ വചനം പറയുക, കർത്താവ് നമ്മെ രക്ഷിക്കാൻ പറ്റും. കർത്താവിന് നിന്റെയും എന്റെയും ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ അവനെങ്കിൽ അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാ വചനം പറഞ്ഞേ, നിന്നെ രക്ഷിക്കാൻ കഴിയാത്തതും കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടു. ചിലപ്പോ ചിലരുടെയൊക്കെ പരാതി ഇതാണ്, എന്റെ മനസ്സറിയാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്റെ വേദന കാണാൻ, എന്റെ രോദന മനസ്സിലാക്കാൻ ഒരാളും ഇല്ല. പക്ഷേ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള് കൂടെ നിൽക്കേണ്ടവർ പോലും ഉപേക്ഷിച്ച സാഹചര്യം. അപ്പൊ അങ്ങനെ നിരാശപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തോട് ദൈവം പറയുക, നിന്നെ കാണാനും നിന്നെ മനസ്സിലാക്കാൻ നിന്നെ അറിയാനും പറ്റുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. നിന്റെ കണ്ണുനീര് മനസ്സിലാക്കാൻ, നിന്റെ ഹൃദയത്തിന്റെ ഭാരവും വേദനയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഗാനത്തിന്റെ വരി പറയാണ്, നീ തളരുമ്പോ നിന്റെ കരം പിടിക്കുന്നവനാവൻ, നീ വീഴുമ്പോ നിന്റെ കയ്യെ പിടിച്ച് ഉയർത്തുന്നവനാവൻ, നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നവൻ, എഴുന്നേൽപ്പിച്ച് നിന്നെ മുന്നോട്ട് നടക്കാൻ ബലം നൽകി അനുഗ്രഹിക്കുന്നവൻ. ആ കർത്താവിനെ സ്തുതിച്ച് ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ഒന്നു തളർന്നാലവനെന്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. തളർന്നാലവനെന്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എന്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ശാന്തി പകരും എന്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ. എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചാൽ ആനന്ദത്തോടെ പാടിക്കുകയും പ്രത്യാശയോടെ പാടിക്കുകയും വലിയ വിശ്വാസത്തോടെ ചേർന്ന് ഒന്നു കരഞ്ഞാലോ മരിച്ചെന്നീരി തുടയ്ക്കും, ഓ എത്ര
എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ ആവർത്തിച്ച് ഒന്ന് വിളിച്ചാൽ ഈശോ, ഒന്നു വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും. ഒന്ന് സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും. ദൈവമേ ഒന്നു കരഞ്ഞാലോ മനിച്ചെന്നീരി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ദൈവവചന ഭാഗം 6-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. ഇതാ സുവിശേഷത്തിൽ അപ്പോസ്തലൻ പ്രകാരം എഴുതി വെച്ചേക്കുവാണ്, എന്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. നോക്കിക്കേ, ഈശോ പറയുന്ന വാക്കുകളാണ്. ഈശോ പറയാണ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാത്ത ഒരാളും എൻ്റെ അടുക്കലേക്ക് വരും. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്നിപ്പോ ഈ അനുഗ്രഹീത ശുശ്രൂഷ ചെന്ന് നീ ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകുന്നുവെങ്കിൽ ഓർക്കുക, കർത്താവ് ഒരുക്കിയ സമയമാണ്. ഇന്ന് നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുവെങ്കിൽ, ഇന്ന് യേശു ക്രിസ്തുവിനെ വിളിച്ച് വിളിച്ചപേക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഓർക്കുക, നിന്നെ കർത്താവ് വിളിച്ചതുകൊണ്ട്, തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നീ ഇവിടെ ആയിരിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു വിളിക്കപ്പെട്ടവരെ കുറിച്ച് പറയുക, തെരഞ്ഞെടുക്കപ്പെട്ട ജനം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഓർക്കണം, നമ്മൾ ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഇത് എന്തിനു വേണ്ടി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? ഈശോയുടേതായിട്ട് മാറാൻ, ഈശോയ്ക്ക് സാക്ഷിയായിട്ട് മാറാൻ, കർത്താവിന് മഹത്വമായിട്ട് മാറാൻ. ഇന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ ദൈവമഹത്വം പ്രകടമാക്കിക്കൊണ്ട് നാം ആയിരിക്കുന്ന ദേശത്ത് നമ്മുടെ കർത്താവിന് സാക്ഷി ഒരുക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ഒന്നാമത് നാം മനസ്സിലാക്കണം, കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു, കർത്താവ് നമ്മെ വിളിച്ചു, കർത്താവ് നമ്മെ ആകർഷിച്ചു. ഇനി എന്തിനു വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചത്, ആകർഷിച്ചത്, അടുത്തേക്ക് കൊണ്ടുവന്നത്? മത്തായി ശ്ലീഹ എഴുതി വെക്കുകയാണ്, 11-ാം അധ്യായം 28 മുതൽ വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു നമ്മെ അടുത്തേക്ക് വിളിച്ചത്, കൂടെ നിർത്തുന്നത് എന്തിനു വേണ്ടിയാ? ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ. നമ്മളിന്ന് പല രീതിയിൽ അധ്വാനങ്ങളും ഭാരങ്ങളും ഒക്കെ ആയിട്ട് തളർന്നിരിക്കുവാണോ? തളർന്ന മനസ്സായിട്ട്, തകർന്ന മനസ്സായിട്ട് ഒക്കെയാണ് ജീവിക്കുന്നത്. കർത്താവ് പറയുക, കർത്താവിലേക്ക് വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഇനി വേണ്ടി എപ്പോഴാണ് ആശ്വാസം കിട്ടുന്നത്? അടുത്ത വചനം പറയുകയാണ്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നേന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, കർത്താവ് നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുക, ഈശോയെ കുറിച്ച് പഠിക്കുക, ഈശോയെ മനസ്സിലാക്കുക, ഈശോയുടെ അനുഗ്രഹത്തിന്റെ വഴി മനസ്സിലാക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുക, ആനന്ദിക്കുക എന്നുള്ളത്. കാരണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ദൈവത്തോട് ചേർന്ന്, ദൈവത്തിന്റെ വഴികളോട് ചേർന്ന് നാം മുന്നോട്ട് പോകുവാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഉറപ്പ് തരുവാണ്, നമ്മൾ ഓരോരുത്തരും ആശ്വസിപ്പിക്കപ്പെടും, നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസം കിട്ടും. അങ്ങനെയെങ്കിൽ ഇത് വിശ്വസിച്ചുകൊണ്ട് ഇതാ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഗാനത്തിന് വരി പറയാണ്, തന്നെ അനുഗമിക്കാൻ എന്നെ വിളിക്കും. ഈശോ അനുഗമിക്കാൻ ദൈവം നമ്മെ വിളിച്ചു. അതിനു വേണ്ടിയാണ് തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. കർത്താവ് വചനം തരും, നമുക്ക് വചനത്തിലൂടെ വഴി നടത്തും, നമ്മെ ശക്തിപ്പെടുത്തും. വീണ്ടും വചനം പറയാണ്, ശക്തി പകരും, നമുക്ക് ശക്തി തരും, നമുക്ക് ഉണർവ് തരും. ഗാനത്തിന്റെ വരികോട് ചേർന്ന് ഈ വിശ്വാസത്തെ പ്രഖ്യാപിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. അനുഗമിക്കാനവനെന്നെ വിളിക്കും, തിരുവചനം പകർന്നെന്റെ വഴി. എല്ലാവരും മനസ്സുകൊണ്ട് ചേർന്ന് പാടി. തന്നെ അനുഗമിക്കാനവനെന്നെ വിളിക്കും, തിരുവചനം പകർന്നെന്റെ വഴി തെളിക്കും. ശക്തി പകരും, എന്നെ അനുഗ്രഹിക്കും. എത്ര
നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചെന്നീടി തുടക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ദൈവമേ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മരിച്ചെന്നീടി തുടക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. വിശ്വാസത്തോടെ ചേർന്ന് പാടി. ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം ദൈവമേ, ഒന്നു കരഞ്ഞാൽ ഓ മരിച്ചെന്നീടി തുടക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ. ഒന്ന് തളർന്നാൽ അവൻ എൻ്റെ കരം പിടിക്കും. വിശ്വാസത്തോടെ ചേർന്ന് പാടിക്കെ. കർത്താവ് ശക്തിപ്പെടുത്തുന്നു വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട്. ഒന്ന് തളർന്നാൽ അവൻ എൻ്റെ കരം പിടിക്കും. ഒന്നു തളർന്നാൽ അവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ഒന്നു തളർന്നാൽ അവനെൻ്റെ കരം പിടിക്കും, പിന്നെ കരുണാമയനായി താങ്ങി നടത്തും. ശാന്തി പകരും എൻ്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ശാന്തി പകരും എൻ്റെ മുറിവുണക്കും, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓ മരിച്ചെന്നീടി തുടക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ഈശോ നമ്മെ അനുഗമിക്കാൻ വിളിക്കുന്നു എന്ന ബോധ്യത്തോടെ എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോ എന്നെ വിളിക്കുന്നെങ്കിൽ ഈശോ വിളിക്കുന്ന വഴിയുടെ നടക്കും, ഈശോനെ അനുഗമിക്കും. അപ്പോൾ ഈശോ എന്നെ ശക്തിപ്പെടുത്തും, എനിക്ക് വിജയം നൽകും. വിശ്വാസത്തോടെ ഗാനത്തിന് വരികൾ ചേർന്ന് പാടി. തന്നെ അനുഗമിക്കാൻ അവനെന്നെ വിളിക്കും, തിരുവചനം പകർന്നെൻ്റെ വഴി പാടിക്കേ. തെളിക്കും. തന്നെ അനുഗമിക്കാൻ അവനെന്നെ വിളിക്കും, തിരുവചനം പകർന്നെൻ്റെ വഴി തെളിക്കും. ശക്തി പകരും എന്നെ അനുഗ്രഹിക്കും, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. ശക്തി പകരും എന്നെ അനുഗ്രഹിക്കും, എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. വിളിച്ചാൽ ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്ന്
സ്തുതിച്ചാൽ അവനെന്റെ മനം കർത്താവായ ദൈവമേ, ഒന്നു കരഞ്ഞാലോ മരിച്ചൻ വീഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോയെ, ഓ എത്ര നല്ല സ്നേഹമെന്റെ. ആവർത്തിച്ച് സന്തോഷത്തോടെ പാടി. ഒന്നു വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും. ഒന്നു സ്തുതിച്ചാൽ അവനെന്റെ മനം തുറന്നു. ഒന്നു കരഞ്ഞാൽ മരിച്ചൻ വീഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെന്റെ ഈശോ. നമ്മെ വിളിക്കുന്ന ദൈവസ്നേഹത്തിലേക്കും ദൈവകാരുണ്യത്തിലേക്കും വിളിക്കുന്ന കർത്താവിൻ്റെ വിളി നമുക്ക് കേൾക്കാം. ഒപ്പം കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരായിട്ട് നമുക്ക് മാറുകയും ചെയ്യാം. ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ വലിയ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി നമുക്ക് മാറ്റാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.